ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ചില കൊടുങ്കാറ്റുകളെ കുറിച്ചാണ്. ഓഹരി വിപണിയിലെ തകർച്ചകൾ, അത് നമ്മുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും എങ്ങനെ കവർന്നെടുത്തു, എന്നിട്ടും എങ്ങനെ നാം അതിജീവിച്ചു എന്നതിനെ കുറിച്ചാണ്. ഓരോ തകർച്ചയും ഒരു പാഠമാണ്. അത് നമ്മെ കൂടുതൽ കരുതലോടെ, കൂടുതൽ ശക്തരായി മുന്നോട്ടു പോകാൻ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ഈ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ ഈ കഥകൾ നമുക്ക് പ്രചോദനമാകട്ടെ. ഇന്ന് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷേ ഓർക്കുക, ചരിത്രം ആവർത്തിക്കുന്നു. കൊടുങ്കാറ്റുകൾ വരും, പോകും. പക്ഷേ അതിജീവനത്തിന്റെ കഥകൾ എന്നും നിലനിൽക്കും. ഓരോ തകർച്ചയും ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമാണ്. 1. ഹർഷദ് മേത്ത അഴിമതി. 1992. 1992 ഹർഷദ് മേത്തയുടെ തട്ടിപ്പ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ അടിത്തറയിളക്കിയ ഒരു ഭൂകമ്പമായിരുന്നു. ഒരു സാധാരണ ബ്രോക്കറിൽ നിന്ന് പെട്ടെന്ന് കോടീശ്വരനായ ഹർഷദ് മേത്തയുടെ വളർച്ച ഒരു മിഥ്യ പോലെയായിരുന്നു. ബാങ്കുകളിൽ നിന്ന് പണം വായ്പയെടുത്ത് ഓഹരികളിൽ നിക്ഷേപിച്ചും ഓഹരികളുടെ വില കൃത്രിമമായി ഉയർത്തിയും ഹർഷദ് മേത്ത വലിയ ലാഭം നേടി. ബുൾ റൺ എന്ന് വിളിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ സാധാരണക്കാർ പോലും ഓഹരി വിപണിയിലേക്ക് ആകർഷിക്കപ്പെട്ടു. എന്നാൽ ഈ തട്ടിപ്പ് പുറത്തായതോടെ വിപണി കൂപ്പുകുത്തി. സെൻസെക്സ് 56% ഇടിഞ്ഞു. സാധാരണക്കാരായ നിരവധി നിക്ഷേപകരുടെ ജീവിത സമ്പാദ്യം നഷ്ടമായി. ഈ സംഭവം നമ്മുടെ സാമ്പത്തിക സംവിധാനത്തിലെ പഴുതുകൾ തുറന്നുകാട്ടി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയെ പോലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ ഇത് കാരണമായി. ഈ തകർച്ച നമ്മെ പഠിപ്പിച്ചത് അത്യാഗ്രഹം വിനാശകരമാണെന്നും സുതാര്യതയും നിയന്ത്രണങ്ങളും എത്ര പ്രധാനമാണെന്നുമാണ്. 2. ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധി. 1997. 1990കളുടെ അവസാനത്തിൽ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയെയും ബാധിച്ചു. തായ്ലൻഡിൽ തുടങ്ങിയ സാമ്പത്തിക മാന്ദ്യം മലേഷ്യ, ഇന്തോനേഷ്യ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പടർന്നു. ഈ പ്രതിസന്ധി ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രതിഫലിച്ചു. വിദേശ നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിച്ചു. സെൻസെക്സ് 28% ഇടിഞ്ഞു. രൂപയുടെ മൂല്യം കുറഞ്ഞു. പണപ്പെരുപ്പം വർദ്ധിച്ചു. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഒരു വർഷമെടുത്തു. ഈ തകർച്ച നമ്മെ പഠിപ്പിച്ചത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഒറ്റപ്പെട്ടു നിൽക്കാൻ കഴിയില്ലെന്നും അന്താരാഷ്ട്ര സംഭവ വികാസങ്ങൾ നമ്മെ എങ്ങനെ ബാധിക്കുമെന്നുമാണ്. 3. .com ബബിൾ ബേസ്ഡ്. 2000. ഇന്റർനെറ്റ് കമ്പനികളുടെ അമിതമായ വളർച്ചയും തുടർന്നുണ്ടായ തകർച്ചയുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. 2000ത്തിന്റെ തുടക്കത്തിൽ ഇന്റർനെറ്റ് കമ്പനികളുടെ ഓഹരി വിലകൾ കുതിച്ചുയർന്നു. ന്യൂ എക്കണോമി എന്ന ആശയത്തിൽ വിശ്വസിച്ച് നിക്ഷേപകർ വൻതോതിൽ പണം നിക്ഷേപിച്ചു. എന്നാൽ ഈ വളർച്ച നിലനിൽക്കുന്നതല്ലെന്ന് പിന്നീട് തെളിഞ്ഞു. 2000 ഈ കുമിള പൊട്ടിയതോടെ ഓഹരി വിപണി തകർന്നു. സെൻസെക്സ് 43% ഇടിഞ്ഞു. നിരവധി ടെക് കമ്പനികൾ തകർന്നു. ഈ തകർച്ച നമ്മെ പഠിപ്പിച്ചത് സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ തിരിച്ചറിയുമ്പോൾ പോലും യാഥാർത്ഥ്യബോധത്തോടെ നിക്ഷേപം നടത്തണമെന്നും അമിതമായ പ്രതീക്ഷകൾ അപകടകരമാണെന്നുമാണ്. 4. തിരഞ്ഞെടുപ്പ് ആഘാതം. 2004. 2004 പൊതു തിരഞ്ഞെടുപ്പിൽ UPA സഖ്യം വിജയിച്ചപ്പോൾ ഓഹരി വിപണിയിൽ വലിയ ഇടിവുണ്ടായി. രാഷ്ട്രീയ അസ്ഥിരതയെക്കുറിച്ചുള്ള ഭയമായിരുന്നു ഇതിന് കാരണം. സെൻസെക്സ് 15% ഇടിഞ്ഞു. വിപണിയിൽ അമിതമായി വിറ്റഴിക്കപ്പെട്ടതിനാൽ വ്യാപാരം നിർത്തിവച്ചു. എന്നാൽ പിന്നീട് വിപണി വേഗത്തിൽ തിരിച്ചുവന്നു. ഈ തകർച്ച നമ്മെ പഠിപ്പിച്ചത് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വിപണിയെ എങ്ങനെ ബാധിക്കുമെന്നും എന്നാൽ വിപണിയുടെ അടിസ്ഥാന ഘടകങ്ങൾ ശക്തമാണെങ്കിൽ അത് വേഗത്തിൽ തിരിച്ചുവരുമെന്നുമാണ്. 5. ആഗോള സാമ്പത്തിക പ്രതിസന്ധി. 2008. അമേരിക്കയിലെ ലെഹ്മാൻ ബ്രദേഴ്സിന്റെ തകർച്ച ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി. സബ്പ്രൈം മോർഗേജ് പ്രതിസന്ധിയും തുടർന്നുണ്ടായ സാമ്പത്തിക മാന്ദ്യവും ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളെ തകർത്തു. ഇന്ത്യൻ ഓഹരി വിപണിയും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. സെൻസെക്സ് 60% ഇടിഞ്ഞു. ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികൾ തകർന്നു. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വർഷങ്ങളെടുത്തു. ഈ തകർച്ച നമ്മെ പഠിപ്പിച്ചത് ആഗോള സമ്പദ് വ്യവസ്ഥ എത്രമാത്രം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഒരു രാജ്യത്തെ പ്രതിസന്ധി മറ്റു രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുമാണ്. 6. ആഗോള മാന്ദ്യം. 2015 മുതൽ 2016 വരെ ചൈനയിലെ സാമ്പത്തിക മാന്ദ്യം, എണ്ണവിലയിലെ ഇടിവ്, ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യൻ ഓഹരി വിപണിയെ ബാധിച്ചു. സെൻസെക്സ് 24% ഇടിഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ശക്തമായതിനാൽ വിപണി വേഗത്തിൽ തിരിച്ചുവന്നു. ഈ തകർച്ച നമ്മെ പഠിപ്പിച്ചത് സാമ്പത്തിക വൈവിധ്യവത്കരണം എത്ര പ്രധാനമാണെന്നും ഒരു മേഖലയെ മാത്രം ആശ്രയിക്കാതെ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തണമെന്നുമാണ്. 7. കോവിഡ്-19 തകർച്ച. 2020 മാർച്ച്. കോവിഡ്-19 മഹാമാരി ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളെ തകർത്തു. ലോക്ക്ഡൌണുകളും സാമ്പത്തിക അനിശ്ചിതത്വവും കാരണം ഓഹരി വിപണി കൂപ്പുകുത്തി. സെൻസെക്സ് 39% ഇടിഞ്ഞു. എന്നാൽ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചതോടെ വിപണി വേഗത്തിൽ തിരിച്ചുവന്നു. ഈ തകർച്ച നമ്മെ പഠിപ്പിച്ചത് അപ്രതീക്ഷിതമായ പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറായിരിക്കണമെന്നും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യവും ആരോഗ്യമേഖലയുടെ ശക്തിയും നമ്മൾ തിരിച്ചറിഞ്ഞു. ഓരോ തകർച്ചയും
നമുക്ക് ഓരോ പാഠങ്ങളാണ് നൽകുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധയും കരുതലും ഉണ്ടായിരിക്കണം. ദീർഘകാല നിക്ഷേപമാണ് എപ്പോഴും നല്ലത്. വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെ ഭയപ്പെടാതെ ക്ഷമയോടെ കാത്തിരിക്കുക. സുഹൃത്തുക്കളെ, ഈ തകർച്ചകളുടെ കഥകൾ നമ്മെ ഭയപ്പെടുത്താനല്ല, പ്രചോദിപ്പിക്കാനാണ്. നമ്മൾ വീണുപോയേക്കാം, പക്ഷേ നമ്മൾ വീണ്ടും എഴുന്നേൽക്കും. ഇന്ത്യൻ ഓഹരി വിപണി ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക അടിത്തറ ശക്തമാണ്. നമ്മുടെ യുവാക്കൾ കഴിവുള്ളവരാണ്. നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണ്. ഈ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നമ്മൾ ഒരുമിച്ച് മുന്നേറണം. ഓർക്കുക, പ്രതിസന്ധികൾ അവസരങ്ങളാണ്. ഓരോ തകർച്ചയും ഒരു പുതിയ തുടക്കത്തിനുള്ള വാതിലാണ്. ഈ വാതിലുകൾ തുറന്ന് നമുക്ക് പുതിയൊരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാം. ജയ് ഹിന്ദ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.